സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. പാഠഭേദമാണ് കേട്ടോ. സാധാരണ പാഠഭേദം ചെയ്യുന്ന ഒരു രീതിയിലല്ല ഇന്നത്തെ പാഠഭേദം ചെയ്യുന്നത്. യാത്രയിലാണ്, അതാണ് അതിൻ്റെ കാരണം. 2 ദിവസം കൊണ്ട് പാഠഭേദം ചെയ്തില്ല. കാരണം പ്രത്യേകിച്ചും 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ യാത്രയിലായിരുന്നു. രണ്ടാമത് പല്ലിൻ്റെ ഒരു റൂട്ട് കനാൽ ചെയ്തു. അതിൻ്റെ ഒരു വേദനയൊക്കെ കഴിഞ്ഞ ശനിയാഴ്ച ചെയ്തത്, ഇതുവരെ അത് മാറിയില്ല. ചുണ്ടൊക്കെ കണ്ടാൽ അറിയാം, സ്വല്പം തടിച്ചൊരു ചെറിയ അൾസറൊക്കെ അകത്ത് ഫോം ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് പാഠഭേദം ചെയ്യാൻ ഉദ്ദേശിച്ചൊന്നുമില്ല. അപ്പോഴാണ് രാവിലെ ആസാദിയുടെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വീഡിയോ ഇട്ടു തരുന്നത്. മറുനാടൻ ഷാജിൻ്റെ വീഡിയോ ആണ്. മറുനാടിൻ്റെ സുവിശേഷം എന്ന പേരിലൊരു വീഡിയോ. ആ വീഡിയോ ഞാൻ ഫുൾ കണ്ടു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഇട്ട് തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പണ്ട് മറുനാടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് മറുനാടിനെ കുറിച്ച് കണ്ട സ്വപ്നം. മറുനാടൻ സുവിശേഷം കേൾക്കാൻ എൻ്റെ അടുക്കൽ വരുന്നു എന്നുള്ളതായിരുന്നു ആ സ്വപ്നം. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകൻ എനിക്ക് ഇട്ട് തന്ന ആ വീഡിയോയുടെ താഴെ ഇങ്ങനെ കുറിപ്പ് എഴുതിയിരുന്നു. എന്തായാലും മഹാരാഷ്ട്രയിൽ വന്ന് മറുനാടൻ സുവിശേഷം പറഞ്ഞു. ഇനി അധികം താമസിക്കാതെ പാസ്റ്റർ പറഞ്ഞ സ്വപ്നം ഒരുപക്ഷെ പൂർണ്ണമായിരിക്കാം. മറുനാടൻ സുവിശേഷം കേൾക്കാൻ ഇനിയും ബോംബെയിൽ പാസ്റ്റർ അടുക്കൽ വരുമായിരിക്കാം എന്നൊക്കെ ഒരു അടിക്കുറിപ്പോട് കൂടിയാണ് ആ വീഡിയോ എനിക്ക് ഇട്ട് തന്നത്. ഞാൻ ആ സുവിശേഷം, മറുനാടിൻ്റെ സുവിശേഷം കേട്ടപ്പോൾ 2-3 കാര്യം പറയാൻ ആഗ്രഹിച്ചു. ഒന്ന്, മറുനാടൻ അതിനകത്ത് പറയുന്ന ചില നല്ല കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിയോജിപ്പ്. ഈ 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നല്ല കാര്യം, കാത്തലിക് ഫാദേഴ്സ് ചെയ്യുന്ന സുദീർഘമാകുന്ന സേവനങ്ങളെക്കുറിച്ച് മറുനാടൻ പറയുന്ന ചില കാര്യങ്ങൾ, അത് ശ്ലാഘനീയമാണ്, പ്രശംസിച്ച് മതിയാകത്തുള്ളൂ. ഞാനിത് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞ മിഷനിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ലോണാവാലയാണ്. ലോണാവാല, കണ്ടാല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മഹാരാഷ്ട്രയുടെ ഹിൽ സ്റ്റേഷൻസ് ആണ്. എനിക്കൊന്ന് മറുനാടനും പഞ്ചഗനിയിൽ നിന്നുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ ഓഹിക്കുക. കാരണം മറുനാടൻ്റെ ചില പഞ്ചഗനി ബന്ധങ്ങളുണ്ടല്ലോ. മറുനാടിൻ്റെ ബ്രദറൊക്കെ എവിടെയാണല്ലോ, ആയിരിക്കാം. എന്താണെങ്കിലും കുഞ്ഞ മിഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കാത്തലിക് ചർച്ചസ് ചെയ്യുന്ന ഈ ആതുര സേവനങ്ങൾ, അതുപോലെ തന്നെ ഇത്തരം ക്യാമ്പ് സെൻറ്റേഴ്സ്, റിട്രീറ്റ് സെൻറ്റേഴ്സ് വളരെ സ്തുത്യർഹമാകുന്ന സേവനമാണ്. മറുനാടിനോട് ആ വിഷയത്തിൽ ചേർന്ന് നിന്ന് ഞാൻ അനുമോദിക്കുകയാണ്. കുഞ്ഞ മിഷൻ വളരെ നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം. കുഞ്ഞ വാട്ടർഫോളിൻ്റെ തൊട്ട് അടുത്താണ് ഞാൻ ഈ സ്ഥലം. ഇത് വലിയൊരു ഹിൽ സ്റ്റേഷനാണ്. എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. തൊട്ടക്കരെ കാണുന്ന ആ ഒരു ബിൽഡിങ്, നേരെ സ്ട്രെയിറ്റ് കാണുന്ന ബിൽഡിങ് നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ പറ്റുമെങ്കിൽ ആ മൈതാനമൊക്കെ കഴിഞ്ഞിട്ട് ഈ ബിൽഡിങ്ങാണ് സെൻറ്റ് മേരീസ് വില്ല. അതായത് മറ്റൊരു ക്യാമ്പ് സെൻ്ററാണ്. കാത്തലിക് ചർച്ചിൻ്റെ തന്നെ മറ്റൊരു ക്യാമ്പ് സെൻ്ററാണ്. ഞങ്ങളുടെ ചർച്ചിൻ്റെ ക്യാമ്പൊക്കെ പലപ്പോഴും അവിടെ നടന്നിട്ടുണ്ട്. അക്കരെ ആ കാണുന്ന വണ്ടികളൊക്കെ പോകുന്ന സ്ഥലം, അത് ഈ പറഞ്ഞ പഴയ ഹൈവേ ആണ്. പൂനെക്ക് പോകുന്ന ഹൈവേ ആണ് ഈ വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമെന്ന് പറയുന്നത്. വളരെ വലിയൊരു ക്രീക്ക്, വലിയ ഇത് വലിയ ആഴമാണ്. ഇത് കുനയിലെ ക്യാമ്പ് സെൻ്ററാണ്. ഞാൻ ആ വീഡിയോയിൽ കുന സെൻ്റർ ലാസ്റ്റിൽ കാണിക്കാം. പറഞ്ഞു വരുന്നത് മറുനാടിൻ്റെ സുവിശേഷത്തെക്കുറിച്ചാണ്. എൻ്റെ യോജിപ്പ് ഞാൻ പറഞ്ഞു. കാത്തലിക് ചർച്ചസ് നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾ സുദീർഘമാകുന്ന സേവനമാണ് അവർ നടത്തുന്നത് എന്ന് ഞാൻ പറയാനിടയായി തീർന്നു. എന്നാൽ വിയോജിപ്പ്, മതങ്ങളെക്കുറിച്ചുള്ള മറുനാടൻ ഷാജിൻ്റെ ചില പരാമർശങ്ങൾ, അതിനോട് എനിക്ക് ഒട്ടും കഴിയില്ല. അതിനോട് ഒട്ടും യോജിക്കുവാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറയുന്ന എല്ലാ മതങ്ങളും നല്ലതാണ്, അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്നൊക്കെയുള്ള ഒരു വിശ്വാസമുള്ള ആളാണ് മറുനാടനെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ 2 പരാമർശങ്ങൾ, പഴയ നിയമത്തിലെ ഈ ദൈവം വളരെ ക്രൂരനായ ദൈവമാണെന്ന് ഈ അടുത്ത കാലത്ത് ഒരു പ്രചരണമുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ഖുറാനിലെ ഈ സങ്കല്പങ്ങൾ. അങ്ങനെ വ്യാഖ്യാനങ്ങളുടെ പിശകുകൊണ്ടാണ് നമ്മളൊക്കെ ഞങ്ങളെ എതിർക്കുന്നത് എന്ന് ഒരഭിപ്രായം അദ്ദേഹം പറഞ്ഞു. പിന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നത്, പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വായിച്ചു നോക്കിയാൽ ഈ മാനവികത, മനുഷ്യത്വം, ഇതിനെക്കുറിച്ചൊക്കെ ഉദാത്തമായ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തെ നല്ല ക്രിസ്ത്യാനി എന്ന നിലയിൽ ഹിന്ദുമതത്തോട് അടുപ്പിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ശരിക്കും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ളവർ പറയുന്ന അഭിപ്രായം മറ്റൊന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച്, അതായത് മറുനാടിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് നമ്മുടെ ചില ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും പിന്നെ ഈ ഖുറാനും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ നിശ്ചയമായിട്ടും പ്രതികരണം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് വിശദമായൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പഴയ നിയമത്തിലെ ക്രൂരനായ ദൈവമെന്ന സങ്കല്പം ആളുകൾ ഇന്ന് പറയുന്നത് പോലെയാണോ ഖുറാനിലെ ആ ഒരു സങ്കല്പമെന്ന ഒരു ചോദ്യം
ആ ചോദ്യത്തിന് ഒറ്റവാക്കിൽ അങ്ങ് ഉത്തരം പറയുകയാണ്. ഈ പഴയ നിയമമൊക്കെ എഴുതിയത് 3500 വർഷങ്ങൾക്ക് മുമ്പാണ്. 3500 വർഷത്തിന് ശേഷം, ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഖുറാനൊക്കെ എഴുതിയത്. ഖുറാനൊക്കെ എഴുതിയപ്പോഴത്തേക്ക് മാനവികത ഒത്തിരി വളർന്നു സാറേ. മാനവികത വളർന്നിട്ടും വളരാത്ത എഴുത്തുകളാണ് ഖുറാനിനുള്ളത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. പഴയ നിയമം എഴുതി അതിനകത്തുള്ള ഒത്തിരി കാര്യങ്ങൾ, ഈ പറഞ്ഞ അടിമത്തം, അതുപോലെ തന്നെ ഈ മൃഗബലി, ഇതിനെയൊക്കെ നിർത്തൽ ചെയ്തുകൊണ്ടൊരു പുതിയ നിയമം വന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ്. അതായത് പഴയ നിയമം എഴുതി 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ തിരുത്തലോടുകൂടെ ഒരു പുതിയ നിയമം സ്ഥാപിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, അതിനും പിന്നെയും 600 വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥാപിച്ച പുതിയ നിയമത്തെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് അങ്ങ് 2000 വർഷം പുറകിലേക്കുള്ള ആ ഗോത്ര സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകുക എന്ന് പറയുന്നത്, അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അപ്പോൾ മതങ്ങൾ പുരോഗമിക്കുമ്പോൾ, സമൂഹം പുരോഗമിക്കുമ്പോൾ, മാനവികത പുരോഗമിക്കുമ്പോൾ മതങ്ങൾ പുരോഗമിക്കണം. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോടുള്ള എൻ്റെ വിയോജിപ്പ്. രണ്ടാമത്, ഈ പുരാണങ്ങളിലും പിന്നെ ഇതിഹാസങ്ങളിലും ഒക്കെ താങ്കൾ പറയുന്നത് പോലെ ഈ മാനവികത, മനുഷ്യത്വം, ഇതിൻ്റെയൊക്കെ ചിത്രമാണോ നമുക്ക് കാണുവാൻ പറ്റുന്നത്? എനിക്ക് പലപ്പോഴും വിയോജിപ്പുണ്ട്. എൻ്റെ വിയോജിപ്പുകൾ വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ രേഖപ്പെടുത്താമെന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ചില ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കും. അവരുടെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒറ്റ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഈ ഭഗവത്ഗീതയെക്കുറിച്ച് ചില ആളുകളുടെ ഒരു അഭിപ്രായം ഞാൻ കാണുവാനിടയായിത്തീർന്നു. യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഭഗവത്ഗീത എന്ന ഒരു ആരോപണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ പുട്ടീന് ഭഗവത്ഗീത കൊടുത്തപ്പോൾ, പുട്ടീൻ എന്ന യുദ്ധകുതിയനാകുന്ന ഒരു മനുഷ്യനെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് ധർമ്മത്തിന് വേണ്ടി നിനക്ക് യുദ്ധം ചെയ്യാമെന്നുള്ള ഒരു ഭഗവത്ഗീത അല്ലേ? ആ ഭഗവത്ഗീത കൊടുത്ത് യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യുകയാണോ എന്നൊരു ചോദ്യം ചിലരൊക്കെ ചോദിക്കുന്നത് കേട്ടു. സാറേ, ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ മാനവികതയോ മനുഷ്യത്വമോ ഒന്നുമല്ല പല മതങ്ങളുടെയും പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുന്നത്. അതാണ് സത്യം. വെറുതെ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ പറയാം. എല്ലാ മതങ്ങളും വ്യാഖ്യാനിച്ച് വഷളാക്കിയതാണ്, അല്ലെങ്കിൽ എല്ലാ മതങ്ങളും നല്ലതാണെന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും യോജിക്കുവാൻ നമുക്ക് കഴിയില്ല. എല്ലാ മതങ്ങളും അങ്ങനെ നല്ല ആശയങ്ങളൊന്നുമല്ല പ്രചരിപ്പിക്കുന്നത്. മതങ്ങൾ അല്ല വേണ്ടത്. പിന്നെ താങ്കൾ പറഞ്ഞു ഈ ക്രിസ്ത്യാനിറ്റി, യേശു ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പറഞ്ഞത് ക്രിസ്ത്യാനികളാക്കുവാനല്ല. ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു കേട്ടോ. ഇന്നത്തെ നമ്മൾ കാണുന്ന ഈ ക്രിസ്ത്യാനികളെ പോലെ ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ട. പിന്നെ എന്താണ് ആക്കേണ്ടത്? യേശു പറഞ്ഞത് ശിഷ്യന്മാരാക്കുവാനാണ്. അതായത് യേശുവിൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റുക. നമ്മൾ ആരെയും ക്രിസ്ത്യാനികളാക്കി മാറ്റണ്ട എന്ന മറുനാടൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറ്റു പല കാര്യങ്ങളോട് വിയോജിക്കുന്നു. ഒരു വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കുനെ സെൻറ്റർ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ചർച്ച് ക്യാമ്പുകൾക്കൊക്കെ നല്ല ഈ പറഞ്ഞ കുനെ സെൻറ്റർ ഇവിടെ അരയന്നങ്ങളാണ് കേട്ടോ. സ്വാൻ എന്ന് പറയാം. നല്ലൊരു അനുഭവമാണ് ഇവിടുത്തെ. ഇവിടെ കുറച്ച് മുൻപോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു കുനെ വാട്ടർഫോൾ, ഇപ്പം വെള്ളം കുറവാണ്. വെള്ളം ഈ ജൂൺ മാസത്തിലൊക്കെ മൺസൂൺ സമയത്താണ് ഇവിടെ നല്ലവണ്ണം, പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ വാട്ടർഫോളിൽ തിങ്ങി നിറഞ്ഞ് വെള്ളം വരും. എന്നാൽ ഇപ്പോൾ ഡിസംബർ മാസമായല്ലോ, വെള്ളമൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ജൂൺ ജൂലൈ മാസത്തിലൂടെ വന്നപ്പോൾ ഈ വാട്ടർഫോൾ നിറയെ വെള്ളമുണ്ടായിരുന്നു. ഒരു മലയിടുക്കിലൂടെ ഒഴുകുന്ന ഒരു അരുവിയെന്ന് വിളിക്കാം, നദിയെന്ന് വിളിക്കാം. വളരെ മനോഹരമാകുന്ന ദൃശ്യഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഞാൻ ഈ കാര്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാത്തലിക് ചർച്ചിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇതൊരു 150 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷുകാരാകുന്ന 2 മിഷണറിമാർ, കാത്തലിക് മിഷണറിമാർ വന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അവരുടെ ശവം അടക്കിയിരിക്കുന്നത്, അവരുടെ ആ ഒരു ഫ്യൂണറലൊക്കെ നടത്തിയിരിക്കുന്നത് ഇതേ സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ ഒരു പള്ളിയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു നല്ല ക്യാമ്പ് സൈറ്റ്, 100 ചില്ലുവാനോ ആളുകൾക്ക് താമസിക്കുവാൻ കഴിയുന്ന ഒരു ക്യാമ്പ് സൈറ്റൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ താഴത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ വാട്ടർഫോൾ കാണാം. ശരി, ഇവിടെ 2 വാട്ടർഫോളാണുള്ളത്. ഇതിനകത്ത് ഒരു ഭാഗം മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുള്ളൂ. വാട്ടർഫോൾ കാണാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നത് മഴക്കാലമൊക്കെ ആകുമ്പോൾ തിങ്ങി നിറഞ്ഞു വരുന്ന വാട്ടർഫോളാണ്. ഇതിൻ്റെ താഴത്തെ ഭാഗത്തൊരു വാട്ടർഫോൾ ഉണ്ട്. അത് കാണില്ല. അത് കാണണമെങ്കിൽ ഈ മലയിടുക്കിൻ്റെ അങ്ങേ സൈഡിൽ പോയി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. വളരെ മനോഹരമാകുന്ന ഒരു സ്ഥലം.
ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.